ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോഫാർമസ്യൂട്ടിക്സിന്റെ മൾട്ടി കമ്പാർട്ട്മെന്റ് മോഡലിന്റെ ബാക്കി ഭാഗമാണ്. സോ കുറച്ചധികം പഠിക്കാനുണ്ടെങ്കിലും എളുപ്പമാണ്. സോ ഓൺലി നമ്മൾ TDM എന്താ പറഞ്ഞു അല്ലേ, എന്താണ് തെറാപ്യൂട്ടിക് വിൻഡോ നോക്കേണ്ട ആവശ്യമാണ് ചില ഡ്രഗ്സുകൾക്ക്. പിന്നെ അത് മാത്രമല്ല കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ക്ലിനിക്കൽ ഒബ്സർവേഷൻ, മാനേജ്മെന്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് വഴി പ്ലാസ്മ നമുക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് ചോദിക്കാം, ഡ്രഗ് അസേ ചെയ്യാം, ടെക്നിക്സ് ചെയ്യാം. അതിൽ തന്നെ HPLC, GLC ഒക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് മിക്കവാറൊക്കെ ക്വസ്റ്റ്യൻസുകളിൽ ചോദിച്ച് കാണാറുണ്ട്. MCQ ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഡിഗ്രി എക്സാംസിനും ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് TDM വാല്യൂ അറിയുക എന്നുള്ളതിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്. സോ എങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെലക്ഷൻ ഓഫ് ഡ്രഗ് ആണ്. സോ അസിസ്റ്റ് ഇൻ ഐഡന്റിഫൈങ് സ്യൂട്ടബിൾ ഡ്രഗ് ഫോർ ഇൻഡിവിജ്വൽ പേഷ്യന്റ് ബേസ്ഡ് ഓൺ ഫാർമോകൈനറ്റിക് ആൻഡ് ഫാർമോകോഡൈനാമിക് പ്രൊഫൈൽ. സോ ഓരോ പേഷ്യന്റ് നമ്മൾ എടുത്തിട്ട് ഫാർമോകൈനറ്റിക് ഡൈനാമിക് പ്രൊഫൈലും പിന്നെ ഏത് ഡ്രഗാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കി വെക്കുകയാണ് ചെയ്യുക. ആൻഡ് ഡോസ് റെജിമെന്റ്. സോ ബേസിക് ആയിട്ട് ടോക്സിറ്റി കുറച്ചുകൊണ്ട് പ്ലാസ്മ ഡ്രഗ് ലെവലിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഏത് ഡോസ് കൊടുക്കാം നമ്മൾ നോക്കുകയാണ് ചെയ്യുക. ആൻഡ് പേഷ്യന്റ് റെസ്പോൺസ് നമ്മൾ നോക്കും. റെസ്പോൺസ് എങ്ങനെ നോക്കാം? നമുക്ക് ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വിഡ്രോ ചെയ്ത് നമുക്ക് റെഗുലർ ഇന്റർവെല്ലിൽ വിഡ്രോ ചെയ്തുകൊണ്ട് എത്രത്തോളം ഡ്രഗ് അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ആൻഡ് സെറം ഡ്രഗ് കോൺസെൻട്രേഷൻ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഫാർമോകൈനറ്റിക് ഇവാലുവേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റും. ആൻഡ് സ്പെഷ്യൽ റിക്വയർമെന്റ്, ഇനി എന്തെങ്കിലും റിക്വയർമെന്റ് വേണമെങ്കിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സോ മൾട്ടിപ്പിൾ ഡോസ് റെജിമെന്റ്, സിംഗിൾ ഡോസ് vs മൾട്ടിപ്പിൾ ഡോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ മൾട്ടിപ്പിൾ ഡോസ് എന്താണ്? ത്രൂ ഔട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. ഡ്യൂറേഷൻ എക്സീഡ്സ് ദ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റി ഓഫ് ഡ്രഗ് ലൈക്ക് ആന്റിബയോട്ടിക്സ് നമ്മൾ എങ്ങനെ ചെയ്യുക? മൾട്ടിപ്പിൾ തെറാപ്പി ചെയ്യുക. അപ്പോൾ സിംഗിൾ ഡോസിന് എക്സാമ്പിൾ ആണ് ആസ്പിറിൻ. ഇപ്പൊ നമുക്ക് പനി വന്നു എന്നെങ്കിൽ അല്ലെങ്കിൽ ചുമ വന്നു എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ചുമ ഇൻ ദ സെൻസ് ലോങ് ടേം ആണ്, എന്നാലും പനി വന്നു അല്ലെങ്കിൽ തലവേദന വന്നു, കണ്ണുവേദന വന്നു, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഒരു പാരസ്റ്റമോൾ കൊടുക്കുന്നു. അത് സിംഗിൾ ഡോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടി ഡോസിംഗ് വിത്ത് ഓറൽ റൂട്ടിന്റെ ഡൈനാമിക്സ് എങ്ങനെയാണ് എന്നുള്ളതാണ്. When a multiple dosing regimen is followed, plasma concentration rise, peak and being to decline. So multiple dose regimen നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടിയിട്ട് പീക്ക് എത്തിയതിനു ശേഷം പിന്നെ അത് കുറഞ്ഞ് താഴേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നോർമലി അറിയുന്ന കാര്യമാണ്. സോ സബ്സിക്വന്റ് ഡോസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ എലിമിനേഷൻ കഴിയുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ പാരസ്റ്റമോൾ 1 മണിക്കൂറിൽ ഞാൻ കൊടുത്തു, സോ പീക്ക് മേലെ ആയിരിക്കും. അടുത്തൊരു മണിക്കൂറിൽ വീണ്ടും ഒരു പാരസ്റ്റമോൾ എടുക്കുകയാണെങ്കിൽ ആ പീക്ക് അങ്ങനെ തന്നെ നിന്നുകൊണ്ടേയിരിക്കും. എലിമിനേഷൻ ഫോളോഡ് ബൈ ആ പീക്ക് അങ്ങനെ തന്നെ നിൽക്കുമായിരിക്കും ചെയ്യേണ്ടത് കേട്ടോ. സോ പ്ലാസ്മ കോൺസെൻട്രേഷൻ വിത്ത് കണ്ടിന്യൂസ് ടു ഇൻക്രീസ് വിത്ത് സക്സസീവ് ഡോസ് അണ്ടിൽ സ്റ്റഡി സ്റ്റേറ്റ് ഈസ് അച്ചീവ് വിത്ത് ദ റേറ്റ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈക്വൽ ദ റേറ്റ് ഓഫ് എലിമിനേഷൻ. അതായത് റേറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് എലിമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണോ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആവുന്നത് അപ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? റേറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ റേറ്റ് ഓഫ് എലിമിനേഷൻ ഈക്വൽ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു എന്താണ് പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ, പാത്രത്തിൽ വെള്ളം ഒഴിച്ചൊരു പോയിന്റ് വരുമ്പോൾ പുറത്തേക്ക് കളയും അല്ലേ? ദാറ്റ് മീൻസ് ഒരേ സമയത്ത് പാത്രം ഫിൽഡുമാണ്, ഒരേ സമയത്ത് വെള്ളം പൊക്കോണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേട്ടോ. ഇനി മൾട്ടിപ്പിൾ ഡോസ് വിത്ത് IV അഡ്മിനിസ്ട്രേഷൻ, ഇനി മുതലാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ബാക്കി അത്രയും നമുക്ക് അറിയുന്ന ബേസിക് കൺസെപ്റ്റ് ആണ്. So repeated drug administration lead to cumulative plasma concentration until a plateau or steady state is reached. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. At steady state, plasma concentration fluctuates between a minimum and maximum level during each dose interval. So ഇവിടെ ഒരു മിനിമം ഒരു മാക്സിമം ലെവലിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കാര്യം എന്തുകൊണ്ടാണ്? സ്റ്റഡി സ്റ്റേറ്റ് ആണ് അല്ലെ? സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പോൾ ഒരു മിനിമം മാക്സിമം ലെവൽ എപ്പോഴും ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. And dose accumulation in multiple dose. So principle of suppositories. So suppositories എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നമ്മൾ ഈ നോർമൽ ബോഡി ക്യാവിറ്റിയിൽ വെക്കുന്നതാണ്. നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് അത് എന്താണ് മെൽറ്റ് ആയിട്ട് ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നു. When dose are administered at intervals shorter than the drug complete elimination, accumulation occurs, result with higher plasma concentration with subsequent dose. സോ നമ്മൾ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ ഡോസ് വെച്ച് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓരോ ഡോസിലും കൂടുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ 8 hours എന്ന് പറയുവാണ്. അപ്പം ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ആയി 8 hours എലിമിനേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഡ്രഗ് കൊടുക്കുക. അപ്പം വീണ്ടും അത് അച്ചീവ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ചില ആൾക്കാർക്ക് പനി ഉണ്ടാകുമ്പോൾ ഈ ഗുളിക കഴിക്കുമ്പോൾ കൂടുന്നു, ഗുളികയുടെ എഫക്ട് കഴിയുമ്പോൾ നിന്ന് പോവാന്ന് പറയില്ലേ? അതുപോലെ തന്നെയാണ്. If interval between dose are long enough, no accumulation will occur. So നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഇന്റർവെല്
അല്ലെങ്കിൽ ഡോസ് നമ്മൾ കൊടുക്കുന്നതിന്റെ ഇന്റർവെല്ലിന് കുറവാണ് എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അക്യുമുലേഷൻ ഉണ്ടാവില്ല. ഇനി പ്രോപ്പറായിട്ട് റെഗുലർ ഇന്റർവെൽ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അക്യുമുലേഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടുകയും അങ്ങനെ സബ്സിക്വന്റ് ഡോസ് നമ്മൾ കൊടുക്കാനും പറ്റും. അതായത് പ്രോപ്പർ ടൈമിങ്ങിൽ പ്രോപ്പർ സമയത്ത് ഡ്രഗ് കൊടുക്കുവാണെങ്കിൽ പ്ലാസ്മയിൽ ഡ്രഗിന്റെ അവൈലബിലിറ്റി ഉണ്ടാവുകയും നമുക്കത് ഹെൽപ്പും ചെയ്യും. ഇനി അക്യുമുലേഷൻ റേറ്റ് RAC. So the ratio between the highest TD plasma concentration and highest plasma concentration first dose. നമ്മൾ ആദ്യത്തെ ഒരു ഡോസ് കൊടുത്തതിന് ശേഷം ഹയസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് പറയുക, അക്യൂമുലേഷൻ ഫാക്ടർ. അതായത് ഇവ പാരസ്റ്റമോൾ ഗുളിക കൊടുത്താൽ എത്രത്തോളം സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ കിട്ടി, ഏറ്റവും ഹയസ്റ്റ് കിട്ടി, ആ റേഷ്യോയും ഹയസ്റ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡോസും C0യും Cmaxും. ഇപ്പോൾ ഡ്രഗ് കൊടുത്തു, ഇത് നമ്മൾ പ്ലാസ്മയിലെ ഹയസ്റ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ, ഇത് പ്ലാസ്മയാന്ന് വെച്ചോളൂ, ഇവിടത്തത് C0. ഓക്കെ, ഇനി സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ, ഇതും പ്ലാസ്മയിലെ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ, അതെന്താണ് Cmax, ഇതാണ് Cmax. ഈ ലൈൻ ഇല്ലേ, ഈ ലൈൻ Cmax ആണെന്ന് വെച്ചോളൂ, ഇത് C0. ഓക്കെ, ഇതാണ്. അപ്പൊ RAC = 1/1 - E⁻⁻ KT ആണ് ഫോർമുല വരുന്നത് കേട്ടോ. സോ T എന്ന് വെച്ചാൽ ഡോസിങ് ഇന്റർവൽ ആണ്, K എലിമിനേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ബേസിക്കലി ബോഡിയിൽ എത്രത്തോളം ഡ്രഗ് ഉണ്ട് ഇല്ല എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലൈക്ക് ഡ്രഗ് അക്യുമുലേഷൻ ഇൻ മൾട്ടിപ്പിൾ ഡോസ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഡയറക്ട്ലി മെഷർ ചെയ്യാൻ പറ്റും എത്രത്തോളം സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് ഫസ്റ്റ് ഡോസ് ഇന്റർവലിനേക്കാൾ മാറ്റം ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ കൺസിഡറേഷൻ ആണ്. Larger dose interval. When interval between dose are larger, no significant accumulation occurs. Plasma drug concentration for each dose remain independent. നമ്മൾ ഒരു ഡ്രഗ് രാവിലെ കൊടുത്തു, പിന്നെ പിറ്റേ ദിവസമാണ് കൊടുക്കുന്നെങ്കിൽ പ്ലാസ്മയിലുള്ള ഡ്രഗിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. ഇനി ഷോർട്ട് ഡോസ് ഇന്റർവൽ. ഇഫ് ഡോസ് ഇന്റർവൽ ആർ ഷോർട്ട്, residual drug is priors just add to effect or subsequent effect leading to accumulation. ഇനി നമ്മൾ വേറെ ഡ്രഗ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ അളവെന്ന് പറയുന്നത് എന്തായിരിക്കും, അക്യുമുലേഷനിലേക്കായിരിക്കും പോകണ്ടാവുക. ഇനി സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലക്ച്വേഷൻ. At steady state, plasma concentration fluctuate between minimum and maximum value for each dose interval, ensuring therapeutic level are maintained without excessive accumulation. So steady state fluctuation വെച്ചാൽ മിനിമവും മാക്സിമത്തിനും ഇടയിൽ ഇൻ ബിറ്റ്വീൻ നിൽക്കുവാണ് ചെയ്യേണ്ടാവുക. ഒട്ടും കൂടാതെയും ഒട്ടും കുറയാതെയും എന്ത് ചെയ്യുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു ഗ്രാഫ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് ലോങ്ങർ ഡ്യൂറേഷൻ, മരുന്ന് കുറഞ്ഞും കൂടി നിൽക്കുന്നു. ഇനി ഷോർട്ടർ ഡ്യൂറേഷൻ ആണെങ്കിലോ മരുന്ന് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലക്ച്വേഷൻ ആണെങ്കിലോ ഈ ലൈന് ഇത്രയേ ഉള്ളൂ, മാക്സിമം അല്ല മിനിമം അല്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പഠിച്ചു പോകേണ്ടത്. ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഡ്രഗ് ലെവൽ. സോ എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്യൂ പ്രിൻസിപ്പിൾ? സോ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് occurs when the rate of drug administration equal the rate of drug elimination resulting constant plasma drug level. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് തന്നെയാണ് അതേപോലെ എലിമിനേറ്റ് ആവുന്നു, അതേപോലെ വീണ്ടും കൊടുക്കുന്നു, വീണ്ടും എലിമിനേറ്റ് ആവുന്നു, സ്റ്റഡി സ്റ്റേറ്റിലൂടെ നിൽക്കുന്നു അല്ലേ. അതാണ് സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്ലാറ്റ്യൂ പ്രിൻസിപ്പിൾ. സോ നാളെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാലും മനസ്സിലാക്കുക, രണ്ടും ഒന്നാണെന്നുള്ളത്. സോ കീ ഫാക്ടേഴ്സ് ഞാൻ പറയണ്ടല്ലോ, ബേസിക്കലി പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ഉണ്ട് ആൻഡ് എലിമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എലിമിനേഷൻ അനുസരിച്ച് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. ഇത് ഞാൻ പറയണ്ടല്ലോ. ഇനി പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ റൈസസ്, ദ എമൗണ്ട് ഓഫ് എലിമിനേഷൻ ഡ്യൂറിംഗ് ഈച്ച് ഡോസിംഗ് ഇന്റർവൽ ഓൾസോ ഇൻക്രീസസ്. അതായത് നമുക്ക് പ്ലാസ്മ ഡ്രഗിന് അളവ് കൂടുതലാണെങ്കിൽ എലിമിനേഷനും കൂടുതൽ തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. ആ ഒരു മേജർ ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഡ്രഗ് അക്യൂമുലേഷനും സ്റ്റഡി കോൺസെൻട്രേഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് രണ്ടും വായിക്കുക, ഞാൻ വീണ്ടും അത് പറയുന്നില്ല. സോ സ്റ്റഡി സ്റ്റേറ്റിനാണെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടൈം ടു റീച്ച് സ്റ്റഡി സ്റ്റേറ്റ്. സോ അപ്രോക്സിമേറ്റ്ലി 5 half lives ആർ നീഡ് ടു അച്ചീവ് സ്റ്റഡി സ്റ്റേറ്റ് ലൈഫ്. നമുക്ക് ഈ സ്റ്റഡി സ്റ്റേറ്റ് ലെവൽ കിട്ടണമെങ്കിൽ 5 half life കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഉള്ളൂ, സ്റ്റഡി സ്റ്റേറ്റ്. അതായത് അത്രയും എമൗണ്ട് ഓഫ് ഡ്രഗ് നമ്മുടെ ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ടൈം ടു റീച്ച് സ്റ്റഡി സ്റ്റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഡോസ് സൈസ് ഓർ ഡോസിങ് ഇന്റർവൽ. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഡോസിങ് സൈസും ഡോസിങ് ഇന്റർവലും എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. കാരണം എന്നാൽ മാത്രമേ പറയാം, എത്ര മരുന്ന് കൊടുത്തു, എത്ര മരുന്ന് എലിമിനേറ്റ് ചെയ്യുന്നു, എത്ര ഇന്റർവൽ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം കൊടുക്കുന്നു എന്ന് പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി കോൺസെൻട്രേഷൻ ഫ്ലക്ച്വേഷൻ ഡ്യൂറിങ് സ്റ്റഡി സ്റ്റേറ്റ്, IV bolus dose ലൈക്ക് മൾട്ടിപ്പിൾ ആണ്. ഫോർ മൾട്ടിപ്പിൾ IV bolus dose പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓസിലേറ്റ് പീക്ക് ത്രൂ വാല്യൂസ്. ഇനി നമ്മൾ മൾട്ടിപ്പിൾ IV ബോളസ് ആണ് കൊടുക്കുന്നതെങ്കിൽ കോൺസെൻട്രേഷൻസ് ഓസിലേറ്റ് ചെയ്യും, പീക്ക് ആൻഡ് ട്രഫ് വാല്യൂ ഇതുപോലെ.
ഓസിലേറ്റ് കാര്യം നമ്മൾ IV കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് കൂടും, പിന്നെ കുറഞ്ഞ് വരുമ്പോൾ വീണ്ടും IV കൊടുക്കുന്നു, പിന്നെ കൂടും. എപ്പോഴും ആലോചിക്കണം, നമ്മൾ IV കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഡ്രഗ് ഇങ്ങനെയല്ല പോകുന്നത്, പകരം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഓറലി കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ വരിക, 5 കുറഞ്ഞ് കൂടി കുറഞ്ഞ് വരിക. ഫോർ കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആണെങ്കിൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ റിമെയിൻ കോൺസ്റ്റന്റ്. നമ്മൾ ഡ്രിപ്പ് ഇടുവാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും പോവുക. ഡ്രഗിൻ്റെ അളവ് എപ്പോഴും സ്റ്റഡി ആയിരിക്കും. ഈ ഇമ്പാക്ട് ഓഫ് ഡോസ് സൈസ് എങ്ങനെയാണ് നമ്മളിതിൽ ഇമ്പാക്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ അടുത്ത് പറഞ്ഞുതരാൻ പോകുന്നത്. ലാർജർ ഡോസ് ലീഡ് ടു ഹയർ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് ഗ്രേറ്റർ ഫ്ലക്ച്വേഷൻസ് ബിറ്റ്വീൻ Cmax ത്രൂ Cmin. സോ നമുക്കൊരു Cmaxും ഉണ്ട്, Cminനും ഉണ്ട്. നമുക്കതറിയാമല്ലോ അല്ലേ, ഒരു മാക്സ് ഉണ്ടെങ്കിൽ ഒരു മിനിമം ഉണ്ടാവും, നമുക്കതറിയുന്ന കാര്യമാണ്. സോ വെൻ T എന്ന് പറയുന്നത് T½ ആണ്, ഗ്രേറ്റർ അക്യുമുലേഷൻ ഒക്കെ സ്റ്റഡി സ്റ്റേറ്റ് ലെവൽ അറ്റ് ഹയർ ആൻഡ് ഫ്ലക്ച്വേഷൻസ് ആർ മിനിമൽ. ഇവിടെ ഫ്ലക്ച്വേഷൻ കുറവാണ്. ഇത് നമുക്ക് കയ്യിൽ നിന്ന് എഴുതാന്നുള്ളതേ ഉള്ളൂ. കാര്യം ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഇല്ലെങ്കിൽ ലെസ്സർ ദാൻ, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്, അത് പറയുന്ന പോലെ. ഇവിടെയാണെങ്കിലോ ലെസ്സർ അക്യുമുലേഷൻ ഒക്കെ വിത്ത് ഗ്രേറ്റർ ഫ്ലക്ച്വേഷൻ, Cmaxും Cminനും. ഇവിടെയാണെങ്കിൽ നോ അക്യുമുലേഷൻ ഒക്കേഴ്സ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഈ ഡോസിങ് സൈസിൻ്റെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ അധികം ചോദിച്ചൊന്നും കാണാറില്ല. എന്നാൽ നിങ്ങൾ പഠിച്ചു വെക്കുക, കാര്യം വലിയ എളുപ്പമൊന്നുമില്ല. Cmax Cmin ഉണ്ട്, പിന്നെ ഈക്വൽസ് ടു ലാർജർ, സ്മോളർ, ഗ്രേറ്റർ ദാൻ എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ വായിക്കാതെ പോകരുത്, ജസ്റ്റ് നോക്കി വെച്ചേക്കാം. നമുക്കിത് എവിടെ വേണമെങ്കിലും ഡിഗ്രിക്കാർക്ക് എഴുതി വെക്കാം. ഇനി എന്താണ് ലോഡിംഗ് ഡോസ് അല്ലെങ്കിൽ പ്രൈമിംഗ് ഡോസ്, XL എന്ന് പറയും. The amount of an initial dose required to achieve target plasma concentration rapidly. ഇപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ നമുക്ക് പെട്ടെന്ന് വേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ വേണ്ടി വരും. കാര്യം പെട്ടെന്ന് എമർജൻസി ട്രീറ്റ്മെന്റിലൊക്കെയാണ് അത് ആവശ്യം വരേണ്ടത്. പെട്ടെന്ന് നമുക്ക് പ്ലാസ്മയുടെ ഡ്രഗിന്റെ അളവ് കൂടണം, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷന് നമ്മൾ കൊടുക്കുന്ന ഡോസിങ്ങിനെയാണ് നമ്മൾ ലോഡിംഗ് ഡോസ് അല്ലെങ്കിൽ പ്രൈമിംഗ് ഡോസ് എന്ന് പറയുക. ഇമ്മീഡിയറ്റ് ഡ്രഗ് എഫക്റ്റ് നമുക്ക് ആവശ്യമാണ്. സോ മെക്കാനിസം എന്ന് വെച്ചാൽ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഹയർ എമൗണ്ട് അല്ലെങ്കിൽ ലാർജർ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ മെയിൻ്റെനൻസ് ഡോസിലേക്ക് പോവുകയാണ് ചെയ്യുക. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുക ലോഡിംഗ് ഡോസ് കൊടുക്കുക. ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞാൽ ഹയർ എമൗണ്ട് ആയിരിക്കും. പിന്നെ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ പയ്യെ മെയിൻ്റെനൻസ് ഡോസ് കൊടുത്ത് പോവുകയാണ് ചെയ്യേണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു മനുഷ്യന് 500 mg പാരസ്റ്റമോളാണ് കൊടുക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ഞാൻ 1200 അയാൾക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് പിന്നെ 500 വെച്ചിട്ട് അടുത്ത് വരുന്ന ഓരോ മണിക്കൂർ വെച്ച് ഞാൻ കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ. അഡ്മിനിസ്ട്രേഷൻ പറയുവാണെങ്കിൽ ക്യാൻ ബി ഗിവൺ എ സിംഗിൾ ഡോസ്, റിപ്പീറ്റ് ഡോസ് ആൻഡ് ഷോർട്ടർ IV ഇൻഫ്യൂഷൻ. ക്ലോപ്രിഡോഗിലാണ് എക്സാമ്പിൾ പറയുന്നത്. ഇൻ പെർക്യൂനേസ് കോറോണറി intervention, a loading dose is administered IV to rapidly prevent clotting, followed by oral maintained dose to continuous coagulation prevention. സോ ക്ലോട്ടിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിനെ നമ്മൾ കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അത് നമ്മൾ IV കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗുളിക കൊടുക്കുകയാണ് ചെയ്യുക. കാര്യം ചില ആൾക്കാരിലൊക്കെ ഈ കൊറോണറിയിലൊക്കെ ബ്ലോക്ക് വരുന്നത് ക്ലോട്ടിങ് കാരണമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലോട്ടിങ് പെട്ടെന്നൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഫർദർലി അറ്റാക്ക് വന്ന് ചത്തുപോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ നമ്മൾ IV ആയിട്ട് മരുന്ന് കൊടുത്ത് ക്ലോട്ടിങ് കുറച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഗുളിക കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് മിക്കവാറും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് കീ പോയിന്റ്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം കൂടെ ഒരുമിച്ചുള്ള കീ പോയിന്റ്സ് ആണ്, വായിച്ചാൽ മതി. സോ ലോഡിംഗ് ഡോസ്, അതിന് മെയിൻ്റെനൻസ് ഡോസ് പറയാം. A maintenance dose is the amount of drug required to maintain concentration with therapeutic window and give repeatedly at a constant interval. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളവിടെ ഇഞ്ചക്ഷൻ കൊടുത്ത കേസും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ളത്. നമ്മുടെ റെഫറൻസിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. സിമ്പിളാണ്, എളുപ്പമാണ്. നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങോട്ട് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നന്നായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് എങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും, പക്ഷെ കുറവായിരിക്കും, എന്നാലും ക്വസ്റ്റ്യൻസ് എങ്ങനെയും കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.